എല്ലാവർക്കും കേളിയ മീഡിയയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇഷ്ടം മാത്രമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ഇഷിതയും മകേഷും ഇങ്ങനെ സംസാരിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ. അപ്പം മോള് വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പറയുന്നു. അപ്പം ഇഷിത പറയില്ല മോളെ, സമയമുണ്ടല്ലോ, നാളെ എല്ലാം എടുത്തു വയ്ക്കാമെന്ന് പറയുന്നു. അതിനുശേഷം ഇഷിത നമ്മുടെ പ്രിയാമണിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ പ്രിയാമണിയോട് സംസാരിക്കുന്നു. അപ്പോൾ പ്രിയാമണി ചോദിക്കുന്നു, വീണ്ടും ഞങ്ങളെ പറ്റിക്കാനല്ലേ നീ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇഷിത പറയല്ല, അമ്മയോട് ഞാൻ ഒരിക്കലും കള്ളം പറയത്തില്ല, പക്ഷേ ട്രീറ്റ്മെൻറ്റ് ഫലിക്കുമെന്ന് നമുക്കറിയില്ലല്ലോ, ഇനിയല്ലേ അറിയാൻ പോകുന്നത്, അതുകൊണ്ട് അമ്മ എന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തരുതെന്ന് പറയാം. അപ്പോൾ പ്രിയാമണി പറയും ഇല്ല മോളെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉമ്മയൊക്കെ കൊടുക്കും. ആ സമയത്ത് മഹേഷിൻ്റെ കോൾ വരും. അപ്പോൾ ഇഷിത പറയും എന്നാൽ ഞാൻ അങ്ങോട്ട് പോട്ടെ എന്ന് പറയും. ഇതേ സമയത്ത് നമ്മുടെ മനസ്സിനിയുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ ആശുവിന് ഒരു ഡൗട്ട്, ഈശ്വര് തന്നെ ചതിക്കുകയാണോ എന്ന്. കാരണം തൻ്റെ വായിൽ നിന്നെല്ലാം അറിഞ്ഞിട്ട് അത് മനസ്സിനോട് പറയുന്നു. മനസ്സിന് വഴിയെ പുറത്തേക്ക് പോകുന്നു. തൻ്റെ കുടുംബത്തിലെ കാര്യം താൻ തന്നെ പുറത്തേക്ക് അറിയിക്കുകയാണല്ലോ എന്ന് ഒരു കുറ്റബോധം ആശുവിനുണ്ടാകുന്നു. അപ്പോൾ ഈശ്വർ പറയും നിനക്കെന്താ മനസ്സിലാകാത്ത, അമ്മയുടെ അടുത്ത് നിന്നാലേ ഈ സ്വത്തുക്കളൊക്കെ കിട്ടുള്ളൂ, അതെല്ലാം നമ്മുടെ മകന് വേണ്ടിയാണ്, നീയും അങ്ങനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറയും. അപ്പം ആശു പറയും എനിക്ക് അങ്ങനെയൊന്നും പറ്റില്ല, ആരെയും പറ്റിച്ചിട്ട് എനിക്കൊന്നും വേണ്ടാന്ന് പറയും. അങ്ങനെ ഈശ്വരി ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ കിടക്കുക. അപ്പോൾ ഈശ്വരി മനസ്സിൽ പറയും നിനക്കും അറിയില്ല എൻ്റെ അമ്മയ്ക്കും അറിയില്ല ഞാൻ ആരാണെന്ന്, വഴിയെ നിങ്ങൾക്കൊക്കെ അത് മനസ്സിലാകും എന്ന് പറയുകയാണ്. എന്നിട്ട് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ആശുവിന് വീണ്ടും ഡൗട്ടുണ്ട് ഇയാൾ അഭിനയിക്കുകയാണോ എന്നൊക്കെയുള്ളത്. പിന്നീട് നമ്മുടെ മഞ്ജിമ രചനയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു. അവരിങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിരിക്കണം ഹണിമൂണിന്. അപ്പോൾ രചന പറയേ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല എന്ന് പറയും. ആ സമയത്താണ് ആകാശ് അങ്ങോട്ട് വരുന്നത്. ആകാശ് വരുമ്പോൾ രചന ഫോൺ കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രചനയോട് ചോദിക്കുന്നു നീ അവനെയല്ലേ വിളിച്ചോളാൻ പറയാം. അപ്പോൾ രചന പറയാം അല്ല, ഞാൻ മഞ്ജിമ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ടൂർ പോവുകയാണെന്ന് പറയും. അപ്പോൾ ആകാശ് ചോദിക്കുന്നത് അവരുടെ ടൂറും നിനക്ക് മുടക്കണമെന്ന് ചോദിക്കും. പക്ഷേ ആക്ച്വലി അവളുടെ ഉള്ളിൽ അത് മുടക്കണമെന്ന് തന്നെയാണ്. പക്ഷേ മഞ്ജിമയാണെങ്കിൽ അപ്പോൾ രചന പറയാം അങ്ങനെയൊന്നും ഇല്ലെന്നും പറഞ്ഞ് അങ്ങ് പോകും. പിന്നീട് നമ്മുടെ ഇഷിതയും മഹേഷും സംസാരിക്കുന്ന കാര്യങ്ങളാണ്, ടൂറിന് പോകുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പപ്പി മോളുടെ അടുത്ത് നമ്മുടെ മഞ്ജിമ വന്നിട്ട് കുറേ കാര്യങ്ങൾ അങ്ങ് ഇഷിതയെപ്പറ്റി മോശമായിട്ട് പറയുകയാണ്. അങ്ങനെ ചിപ്പിമോളാണെങ്കിൽ ഈ മഞ്ജിമേനെ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്, നല്ല അടിയും പിടിയും ഒക്കെ കൊടുക്കുന്നു. അതിനുശേഷം തല്ലി താഴെ ഇട്ടതിന് ശേഷം നമ്മുടെ പപ്പിമോള് ചെപ്പിമോൾ അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഡോറിന് പോയി തലയിടിക്കും. അങ്ങനെ കുഞ്ഞു ഹോസ്പിറ്റലാകുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ മഹേഷ് ഇഷിതയാണെങ്കിൽ ടൂറിൻ്റെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു, പോകേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ടൂർ പ്രോഗ്രാം അങ്ങ് മുടങ്ങുകയാണ്. കാരണം കുഞ്ഞ് ഡോറിന് തട്ടി നെറ്റിയൊക്കെ പൊട്ടിയിരിക്കുകയാണ്. അങ്ങനെ അവർ കുഞ്ഞ് ഹോസ്പിറ്റലാവുന്നു. അത് ഇവർ കാരണമാകുന്നതൊക്കെ രചന വരുത്തി തീർക്കുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിന് എല്ലാവരും വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.